പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, സത്യത്താൽ അവരെ വിശദീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്നാണ് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്നും അവരെ രക്ഷിക്കണമേ എന്നാണ് പുത്രനായ യേശുവിൻ്റെ പ്രാർത്ഥന. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട്. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. പാവങ്ങളെ തേടി വന്നവനാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല എന്നാണ് കർത്താവ് പറയുന്നത്. പക്ഷെ നമ്മൾ ലോകത്തിൻ്റെതാണ്. പക്ഷെ പിതാവിനോട് പുത്രൻ പറയുന്നു, അവർ ലോകത്തിൻ്റെതല്ല. 17-ാം വാക്യം. അതുകൊണ്ട് അവരെ സത്യത്താൽ വിശദീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. എന്ത് വലിയ ഇതാണ്! വചനം വെച്ച് കർത്താവ് സത്യം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനമാണ് സത്യം, സത്യത്താൽ അവരെ വിശദീകരിക്കണം. നാളെ രാവിലെ പ്രഭാതം വരുമ്പോഴേക്കും നമ്മൾ ദേവാലയത്തിലെ ബലിപീഠത്തോട് ചെന്ന് യേശുനാഥൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നതിന് മുമ്പ് ഒരുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ബലിയിലൂടെ എല്ലാം സമർപ്പിക്കുക. കാസയോടും പിലാസയോടും വന്നുപോയ പാവങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുഃഖം, വേദന എല്ലാം ബലിയോട് കുർബാനയോട് ചേർത്ത് വയ്ക്കുക. കുർബാനയിൽ അതിചാരമായി കളയും ദൈവമായ കർത്താവ്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ്. അത് മാത്രമേ രക്ഷയുള്ളൂ. യേശുനാമത്തിൽ നാളത്തെ ദിവസം മുഴുവനും എല്ലാ കുടുംബത്തെയും ഭാര്യ ഭർത്താക്കന്മാരെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ സ്നേഹം ഓരോ മകനിലും മകളിലേക്കും ജീവിത പങ്കാളിയിലേക്ക് ഒഴുകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഏക നാമത്തിൽ ആമേൻ.